ജൻസി പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമില്ലാതെ നേപ്പാൾ. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും രാജിവെച്ചു. പാർലമെന്റ്, സുപ്രീം കോടതി എന്നിവിടങ്ങളിൽ പ്രക്ഷോഭക്കാർ തീയിട്ടു. മുൻ പ്രധാനമന്ത്രി ഝലാനാഥ് ഖനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകാർ വെന്തുമരിച്ചു. കാഠ്മണ്ഡു ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ കർഫ്യൂ തുടരുകയാണ്. കലാപ സാഹചര്യത്തിൽ നേപ്പാൾ ബീഹാർ അതിർത്തി അടച്ചു. ഡൽഹിയിലെ നേപ്പാൾ എംബസിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നിലവിൽ എന്താണ് നേപ്പാളിന്റെ ഒരു അവസ്ഥ? വലിയ അരാജകത്വത്തിലേക്ക് ആ രാജ്യം കൂപ്പുകുത്തിയിരിക്കുകയാണ്. നിലവിലെ സ്ഥിതി നീലിമ, ജൻസി പ്രക്ഷോഭം നേപ്പാളിനെ പിടിച്ചുകുലുക്കി അക്ഷരാർത്ഥത്തിൽ ഏതു വേണം പറയാൻ. കലാപം ആളിക്കത്തിയിട്ടുള്ള നേപ്പാളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയാണ് പ്രധാനമന്ത്രി ഒലിയും കൂടാതെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും രാജിവെച്ചിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ നിലവിൽ സൈന്യം ഇടപെട്ടുകൊണ്ട് വ്യോമമാർഗം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ പാർലമെന്റിലും സുപ്രീം കോടതിയിലും പ്രധാനമന്ത്രിയുടെ വസതിയും പ്രസിഡന്റിന്റെ വസതിയും മന്ത്രിമാരുടെ വസതിയും എല്ലാം കയ്യേറിക്കൊണ്ട് അവിടെ തീവെച്ച് നശിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രിമാരുടെ വസതികൾ അടിച്ചു തകർത്തു, തീവെച്ചു. മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ അതിൽ വെന്തുമരിക്കുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ഇതുവരെ 20 മരണമാണ് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 24 മണിക്കൂറിലധികമായി തുടരുന്ന ഈ കലാപത്തിൽ, ഈ അക്രമത്തിൽ 20-ലധികം മരണം നേപ്പാളിൽ റിപ്പോർട്ട് ചെയ്തു. 300-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും ആ കലാപം പൂർണ്ണമായും ഒടുങ്ങിയിട്ടില്ല. അതായത് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ച ഉത്തരവിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ ജൻസി പ്രക്ഷോഭം നേപ്പാളിൽ ആരംഭിച്ചതെങ്കിൽ ആദ്യം ആ നിരോധന ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. എന്നിട്ടും പ്രതിഷേധക്കാർ അടങ്ങിയില്ല. അവർ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും എല്ലാം വസതികൾ, പാർലമെന്റ് പോലും തീവെച്ച് നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. റോഡുകളിലുടനീളം ടയറുകൾ കത്തിച്ചുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തി. ശേഷം പ്രധാനമന്ത്രി ആദ്യം രാജിവെച്ചു, പിന്നീട് പ്രസിഡന്റും രാജ്യപ്രഖ്യാപനം നടത്തി. എന്നിട്ടും പ്രക്ഷോഭം പൂർണ്ണമായും അടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ സൈന്യം ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. കരസേനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ ഈ പ്രക്ഷോഭക്കാരെ നിയന്ത്രിക്കുന്നതിനും ആ പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സൈന്യം നേരിട്ട് നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അത് കാര്യക്ഷമമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകളിൽ, നേപ്പാളുമായുള്ള അതിർത്തി മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നേപ്പാൾ എംബസിയിൽ പ്രത്യേകം നിരീക്ഷണം ഏർപ്പെടുത്തി. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഭാരതീയർ നിലവിൽ നേപ്പാളിലുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അവരെല്ലാം സുരക്ഷിതരാണ്. പുറത്തേക്ക് പോകരുത് എന്നും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം യാത്രകൾ ക്രമീകരിക്കണമെന്ന നിർദ്ദേശം എംബസി നൽകിയിട്ടുണ്ട്. മലയാളികളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിന് BJPയുടെ ഭാഗത്തുനിന്നും ഒപ്പം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായി. അവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ കലാപം ആളിക്കത്തി എന്ന് തന്നെ നമുക്ക് പറയാം. മുൻപ് ശ്രീലങ്കയിലും ശേഷം ബംഗ്ലാദേശിലും കണ്ടതിന് സമാനമായി ഭരണാധികാരികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനുമെല്ലാം സ്വന്തം വസതിയും അധികാരവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടേണ്ട അവസ്ഥ നേപ്പാളിലും വന്നിരിക്കുകയാണ്. നീലിമ. ശരി ജിഷ്ണു, ഇപ്പോൾ കാഠ്മണ്ഡുവിൽ നിന്ന് ശിവകുമാർ ഹരിഹരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവകുമാർ ഹരിഹരൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ കാഠ്മണ്ഡുവിലെ ഒരവസ്ഥ? അവിടെ പ്രധാനമന്ത്രിയുടെ വസതി, പാർലമെന്റ് എല്ലാം അഗ്നിക്കിരയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ യുവാക്കൾ തെരുവ് മുഴുവൻ കയ്യേറുകയും അവിടെ മുഴുവൻ വലിയ കലാപങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. സൈനിക മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്ന് അറിയിച്ചിരുന്നു. എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സ്ഥിതി ഇപ്പോൾ? കാലത്ത് മുതൽ കുറച്ച് അശാന്തമായിരുന്നു. പക്ഷേ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് സെറ്റിൽ ഡൗൺ ആവുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരുന്നിരുന്നത്. പക്ഷെ ഇപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോ താമസിക്കുന്നതിന്റെ ഒരു 6-7 കെട്ടിടത്തിന്റെ അപ്പുറത്താണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജയിലുള്ളത്. അതിന്റെ 2 ബിൽഡിംഗ് ഇപ്പുറത്താണ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. ഇന്ന് കാലത്ത് ഞങ്ങൾ പോയ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇപ്പം ആ പോലീസ് സ്റ്റേഷനും കത്തി, ആ സൂപ്പർ മാർക്കറ്റും കത്തിച്ചിട്ടുണ്ട് ഇപ്പം. അപ്പൊ ഇപ്പോഴും അവരുടെ ഈ തെരുവിൽ കൂടിയുള്ള ആക്രോശം എല്ലാം ഇപ്പോഴും നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഹോട്ടൽ മുറിക്കകത്തിരുന്ന് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. അങ്ങ് അവിടെ എത്തിയതാണോ? അവിടെ താമസം ഉള്ളതാണോ? അത് ഞാൻ നിങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ. കാരണം നിങ്ങൾ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു വിനോദസഞ്ചാരികളെന്ന്. പക്ഷെ നേപ്പാളിൽ എസ്പെഷ്യലി കാഠ്മണ്ഡുവിൽ വന്നിരിക്കുന്ന ആൾക്കാരിൽ മെജോറിറ്റി ആൾക്കാരെന്ന് പറയുന്നത് തീർത്ഥാടകരാണ്. അപ്പം ഞങ്ങൾ തീർത്ഥയാത്ര.com എന്ന് പറയുന്ന ഒരു ട്രാവൽ പോർട്ടലുണ്ട്. അതിന്റെ ഓണേഴ്സ് ആണ് ഞാനും മധുവും. അപ്പം ഞങ്ങളുടെ 2ാമത്തെ ബാച്ചായിരുന്നു കൈലാസ് മാനസരോവർ യാത്രയ്ക്കുള്ള 2ാമത്തെ ബാച്ചിന്റെ ലാസ്റ്റ് ലാപ്പിൽ ഞങ്ങൾ ഇന്നലെ തിരിച്ചെത്തിയ സമയത്താണ്
ഈ ഒരു സിറ്റുവേഷൻ തുടരുന്നത്. ശ്രീ ശിവകുമാർ, അവിടെ ഒരു 70ഓളം മലയാളികൾ അടക്കം കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരങ്ങൾ ഉണ്ടല്ലോ. എന്താണ് നമുക്ക് അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരേതെങ്കിലും വിധത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇപ്പൊ നമുക്കിപ്പോ കോൺസുലേറ്റുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു, അംബാസഡർ ഓഫീസുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അംബാസഡർ ഓഫീസിൽ നിന്ന് കിട്ടിയ ഡയറക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നമ്മളുടെ ഇവിടെയുള്ള എല്ലാ മലയാളികൾക്കും നമ്മൾ വളരെ ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ആരും പാനിക് ആവേണ്ട കാര്യമില്ല, എല്ലാവരും റൂമിനകത്ത് തന്നെ നിന്ന് സേഫ് ആയിട്ടിരിക്കുക. കോൺസുലേറ്റ് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി തന്നിരിക്കുന്ന ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ 70ഓളം ആൾക്കാരല്ല, ഇപ്പം ഞങ്ങളുടെ ബാച്ചിന്റെ പുറകിൽ തന്നെ ഏകദേശം ഒരു 150ഓളം തമിഴിയൻസ് ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങളുടെ കൂടെ വരാൻ നേരം. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 400 ഇന്ത്യൻസ് ഇപ്പം ഈ കൈലാസ് മാനസരോവർ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 400+ പീപ്പിൾസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എന്റെ അറിവ്. അതായത് വലിയൊരു നമ്പർ നമ്മുടെ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. എന്താണ് അവിടെ എംബസിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? അവിടെ കുറച്ച് സമയം മുമ്പ് വന്ന വാർത്തയനുസരിച്ച് ആ എംബസിക്ക് സമീപവും ചില തീവെപ്പൊക്കെ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എംബസിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? ഇല്ല, കാലത്ത് മുതൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എംബസിയുമായിട്ട്. പക്ഷെങ്കിൽ കാലത്ത് മുതൽ നമുക്ക് ലൈൻ കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മൊത്തം തകരാറിലായിരുന്നു. അതിനുശേഷം നമുക്ക് അംബാസഡർ ഓഫീസിൽ നിന്ന് നമുക്ക് ഒരു മൊബൈൽ നമ്പർ കിട്ടി, അതിലേക്ക് വിളിച്ച് അവരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുക ചെയ്യേണ്ടായത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ല ബേസിക്കലി. ഓക്കെ, വളരെയധികം നന്ദി ശിവകുമാർ ഹരിഹരൻ ഈ ഘട്ടത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്.